ഇന്ത്യൻ പാസ്പോർട്ടിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നു. ഇനി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നു. നമുക്കിതിലെ വാസ്തവം ഒന്ന് നോക്കാം. ഇന്ത്യൻ പാസ്പോർട്ടിൽ സമഗ്രമായ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവർക്ക്, ഇപ്പോൾ കുട്ടികളായിരിക്കുമല്ലോ, അവർക്കുള്ള പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതിന് മുൻപ് ജനിച്ച ആളുകളാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ SSLC ബുക്കോ ഒക്കെ ജനന തീയതിയുടെ പ്രൂഫിനായി നമുക്ക് കൊടുക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഇനി മുതൽ പാസ്പോർട്ടിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരുണ്ടാകില്ല. പലപ്പോഴും ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പേരൻസിന്റെ പേര് പാസ്പോർട്ടിൽ ഉള്ളതുകൊണ്ട് പല നിയമ തടസ്സങ്ങളും ഒരുപാട് ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഇത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. പിന്നെ പാസ്പോർട്ടിന്റെ ലാസ്റ്റ് പേജിൽ നമ്മുടെ അഡ്രസ്സും ഉണ്ടാവില്ല, അതിന് പകരം ഒരു ബാർകോഡ് ആയിരിക്കും. ഒഫീഷ്യൽസിന് മാത്രം റീഡ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും ഇതിന്റെ ഒരു സംവിധാനം. നമ്മുടെ ഒരു പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇപ്പം മാറ്റിയിരിക്കുന്നത്. ഗവൺമെന്റ് ഒഫീഷ്യൽസിന് വൈറ്റ് കളർ പാസ്പോർട്ടും നയതന്ത്ര പ്രതിനിധികൾക്ക് റെഡ് കളർ പാസ്പോർട്ടും സാധാരണ ആളുകൾക്ക് ബ്ലൂ കളർ പാസ്പോർട്ടും ആയിരിക്കും ലഭിക്കുക. ഇനി ഇത് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ച ഈ ഒരു നിയമം ഗസറ്റ് വിജ്ഞാപനം വരുന്നതോടുകൂടി നടപ്പിലാവുകയും ചെയ്യും.